ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. എന്നെയറിഞ്ഞു ഞാൻ നിന്നിലെത്തും വരെ നിൻ തണലിൽ നീ നിൻ തണലിൽ നീ വളർത്തു. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. നീലവാനം തവ ശീർഷമെന്നോതുന്നു ഭൂമി തൃച്ചേവടിയെന്നും അമ്മേ. നീലവാനം തവ ശീർഷമെന്നോതുന്നു ഭൂമി തൃച്ചേവടിയെന്നും സർവാന്തരീക്ഷവും നിന്നുടലെന്നോർത്തും വന്ദിപ്പൂ ഞാൻ പരാശക്തേ, ഭക്തിയാ വന്ദിപ്പൂ ഞാൻ ശക്തേ. ബ്രഹ്മാണ്ട പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. നാനാമതങ്ങളും വാഴ്ത്തും പ്രഭാവമേ, നാലു വേദാർത്ഥസാരം നീ അമ്മേ. നാനാമതങ്ങളും വാഴ്ത്തും പ്രഭാവമേ, നാലു വേദാർത്ഥസാരം നീ. നാമരൂപങ്ങൾ ലയിക്കും സുധാമമേ, ഞാൻ നമിക്കുന്നു വിനീതം നിന്നെ, ഞാൻ നമിക്കുന്നു വിനീതം. നൂറ്റിമുപ്പത്താറ് അച്ചുംകുട്ടി നിന്നെ ജയിലിൽ റഹ്മാൻ വിളിക്കുന്നു.
അച്ചുവൻകുട്ടി ഇവിടെ വന്നിട്ട് 4 കൊല്ലമായി അല്ലേ? ഏതാണ്ട് ആയി കാണും. ആയി. വേണമെങ്കിൽ തനിക്കൊരു പരോളിന് അപേക്ഷിക്കാം. വേണ്ട, ഉം. എനിക്കെങ്ങും പോകാനില്ല. മാസാമാസം ഇവിടെ നിന്നാണെന്ന് അറിയിക്കാണ്ട് നീ മണി ഓർഡർ അയക്കുന്നില്ലേ മാലതി കേശവപിള്ളയ്ക്ക്? ഇവിടെ പണിയെടുത്ത് കിട്ടുന്ന കൂലിയുടെ പങ്ക് പതിവായിട്ട് അയച്ചു കൊടുക്കുന്നത് അമ്മയെക്കുറിച്ചൊരു കരുതലുള്ളതുകൊണ്ടല്ലേ? അല്ല, പിന്നെ? അതൊരു പക വീട്ടിലാണ്. അതൊപ്പിട്ട് വാങ്ങുമ്പോൾ ഓരോ തവണയും ഒരു നിമിഷമെങ്കിലും തള്ളയും അയാളും എന്നെക്കുറിച്ചോർത്ത് നെടുവീർപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുമെങ്കിൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. അയാളെന്ന് പറഞ്ഞത് നിന്റെ അച്ഛനല്ലേ? അങ്ങനെ അമ്മ പറഞ്ഞു തന്നത്. ഉള്ളത് വാ. കൊല്ലം ഒരുപാട് കഴിഞ്ഞില്ലേ അച്ചുവൻകുട്ടി? ഇനിയും വേണോ ഈ വാശിയും വെറിയും? പഴകും തോറും വീര്യം കൂടുകയുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ നൊന്തനുഭവിക്കണം. നിന്റെ അനുഭവത്തിൽ അവർ തെറ്റുകാരാകാം, ശരി നിന്റെ ഭാഗത്തും ആകാം. എന്നാലും അവർ നിന്റെ അച്ഛനും അമ്മയാണ്. എന്തൊക്കെ ആയാലും അതല്ലാതെ ആവില്ല. അച്യുതൻകുട്ടി ആവശ്യപ്പെടാതെ ഞാൻ എൻ്റെ നിലയ്ക്ക് നിന്റെ പേർക്കൊരു അപേക്ഷ അയച്ചു. അത് അനുവദിച്ചു വന്നിട്ടുണ്ട്. ഒരാഴ്ചത്തെ പരോൾ. വേണ്ട. ഓരോരുത്തർ ഇവിടെ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങും പരോളിൽ ഇറങ്ങാനുള്ള ശ്രമം. അവർക്ക് പുറത്തിറങ്ങിയിട്ട് കാണാൻ ആളുണ്ടാവും. എന്താ നിനക്കും ഇല്ലേ ആളുകൾ? അച്ഛനും അമ്മയും? എനിക്കവരെ കാണണ്ട. കാണണം. മനസ്സനുവദിക്കുമെങ്കിൽ സ്നേഹത്തോടെ, അതല്ല വാശിയോടെയും പകയോടെയും ആണെങ്കിൽ അങ്ങനെ. നിനക്ക് നാളെ പോവാം, ഒരാഴ്ചത്തേക്ക്. എന്റെ ഭഗവാനെ, ക്വാർട്ടേഴ്സ് സ്റ്റേഷനിൽ നിന്ന് കുറെ ദൂരെ എവിടെയെങ്കിലും ആയാൽ മതിയായിരുന്നു. പ്രാക്ക് കിട്ടുന്ന കരച്ചിലും നിലവിളി കേൾക്കാണ്ട് കഴിയായിരുന്നല്ലോ. അച്ഛൻ ദുഷ്ടനമ്മേ. നോക്കിയിരിക്കാണ്ട് ചെയ്യടാ. മര്യാദ.
പുള്ളോത്തി എന്തൊക്കെയാ നാറ് പാടിയത്? പദവിയും പേരും പെരുമയ്ക്കായി വലിയ നിലയിലാവുമ്പോ എന്നെ മറക്കോ? എന്നെ മറക്കോ? നിന്നെ മറന്ന പിന്നെ അച്ചു ഇല്ല. അച്ചു, ഞാൻ എവിടെയൊക്കെ നോക്കിന്നോ? ചന്ദനപ്പൊട്ട്, കൺമഷി, കുപ്പിവള, ഉത്സവമൊക്കെ പൊടി പിടിക്കുമ്പോ തുളസി എന്നെ മറന്നൂലേ? ഞാൻ മറക്കോ? അച്ഛൻ്റെ അമ്മേരെയും മുത്തശ്ശേരിയും കണ്ണി പെടാണ്ട് ഇതൊന്ന് വാങ്ങിച്ചെടുക്കാൻ പെട്ട പാടേ.
അച്ചോട്ടൻ സർപ്പക്കാവിന്റെ എല്ലാം എടുക്കോ. ഞാൻ ഇതിലേ പോവാ. ആഗമിക്കുക, വരിക, സാനുകൂലം, അനുകൂലമായി, നറുതെന്നൽ, ഇളം കാറ്റ്, അളി, വണ്ട്, കറ്റക്കിടാവ്, കൊച്ചുകുട്ടി. നിന്നെ ഞാൻ ഒന്നിട്ടുള്ള കാര്യം പിള്ളേരുടെ കൂടെ ചേർന്നിട്ട് എന്ത് തോന്നിയാസം ചെയ്യാം. നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ. ഇത് രണ്ടാളെന്ന് അറിഞ്ഞു പഠിക്കുന്ന സ്കൂളിന്റെ സ്റ്റോറിന്ന് റവ കട്ടെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി ചില്ലറ ധൈര്യം. നിന്റെ ബെഞ്ചിലിരിക്കുന്ന റഹ്മാനും ഭാസ്കരനും ധൈര്യം കൊടുത്തത് നീയല്ലടാ നായ. ഒന്നും ഏസയുടെ മകന്റെ പിന്തലില്ലാണ്ട് അവറ്റകളത് ചെയ്യില്ല എന്ന് ആ പേട്ട മാഷന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കാണിക്കണേ അവന്മാര് ചെയ്ത കുറ്റത്തിന് നമ്മുടെ കുഞ്ഞെന്ത് വിളിച്ചു? നമ്മുടെ കുഞ്ഞ് നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഈ തന്തപ്പെട്ട എനിക്ക് വേണ്ട. ഇവന് കൊല്ലും ഞാൻ.
എന്തായാലും നിന്റെ വകുപ്പ് എന്തുട്ടു കുറ്റണ്ട ശവിയെ നിന്നെങ്കിട്ട് കെട്ടിയെടുത്തേ കേട്ടാ കുമ്പാരി 8 കൊല്ലം കിട്ടണമെങ്കിൽ ചില്ലറ കേസൊന്നും പോരാ കേട്ടാ. പടച്ചോനെ ഓനെ കണ്ടാ അറിയൂലേ ഇത് കൊല തന്നെ. ഇത് പീഡനവൻ രാജേട്ടാ. കൊലയായാലും കൊള്ളയായാലും ബലാത്സംഗമായാലും എന്താ, ഗ്രേഡ് മാറുന്നതനുസരിച്ച് ഇവിടെ പന്തി വ്യത്യാസമൊന്നുമില്ല. ഓ, കുറ്റം ചെയ്തു, ശിക്ഷിച്ചു. പോകാൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. പക്ഷേ തള്ളയോടും അയാളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ സാറ് പറഞ്ഞില്ലേ, വാശിക്ക് മനസ്സ് നിറയെ പകയോടെ. ഇതിലൂടെ ഒപ്പിട്ടെ. പോകുമ്പോ വെറും കൈയോടെ വേണ്ട, നിന്റെ കണക്കിൽ നിന്ന് ഇതുകൂടി വെച്ചോ. നന്നായി സാറേ. പോരുമ്പോ മുഖത്തെറിഞ്ഞു കൊടുക്കാം. നക്കി തിന്നാൻ ആക്രാന്തം കാട്ടുമ്പോ ആ കാഴ്ചയൊരു സുഖ. ഒരാഴ്ച കൂടുതലാ. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര കഴിച്ച ഒരൊറ്റ ദിവസം, അത്രയും ധാരാളം. സാറല്ലാണ്ട് ഇവനോടൊക്കെ മനുഷ്യപ്പറ്റി നിൽക്കുവോ? ക്രിമിനൽസ് അല്ലേ സാറേ? പറഞ്ഞുകൊണ്ട് പോയത് കേട്ടല്ലോ. തിരിച്ചു വരുമ്പോ പുറകെ ഇനി ഒരു കൊലക്കേസ് കൂടി കൊണ്ടുവന്നാൽ കൊള്ളാം. ആ, ഇവിടെ ASI ആയിരുന്ന കേശവള താമസിക്കുന്നത്. പഞ്ചായത്ത് കിണർ അറിയോ? മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ആ, അല്ലാണ്ട് അറിയില്ലല്ലോ. ഒരിക്കൽ പഞ്ചായത്ത് കിണറിൻ്റെ അവിടുന്ന് വലത്തോട്ട് കുറച്ചധികം പോയിട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ ആലിങ്കക്കാരുടെ ഒരു പഴയ വീട് കാണാം. കാണുമ്പോഴേ അറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവിടെ വാടകയ്ക്കാ. വെറുതെ കിടന്ന് നശിക്കണ്ടല്ലോ എന്ന് കരുതി അവരേതാണ്ട് നിസാര വാടകയ്ക്ക് ആയമ്മ ഓർത്ത് കൊടുത്തതാ. ഒരാളനക്കാവൂലോ. എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഓ, ആരാ? ഒരു പഴയ വാദിയോ പ്രതിയോ? ഈ 2 വിധത്തിലല്ലാതെ വേറൊരു വിധത്തിലും പരിചയം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അത്രയ്ക്കായിരുന്നല്ലോ മനുഷ്യപ്പറ്റ്. അതുകൊണ്ട് ചോദിച്ചതാ. പ്രതി, വാദിയും.
വിളിക്കാത്തെന്ത്? കുരുവൃത്തം കെട്ടവനെ, കഴിവേറി, നായെ. കേശവുള്ള അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്തോ, വർക്കലയിലായിരുന്നപ്പോ ഒരു അടിപിടി കേസിൽ പ്രതിയായി ഒരു രാത്രി ലോക്കപ്പിൽ കടന്നിട്ടുണ്ട്. ഒന്നാന്തര സ്വീകരണമായിരുന്നു. പക്ഷെ ദോഷം പറഞ്ഞുകൂടാ, അന്ന് തന്ന സമ്മാനം കൊണ്ടൊരു ഗുണമുണ്ടായി. പുറത്തിറങ്ങിയ ശേഷം ആ വഴി പിന്നെ പിന്തുടർന്നില്ല. അതുകൊണ്ടെന്താ, രക്ഷപ്പെട്ടൊരു നിലയിലെത്തി. ഇപ്പൊ ഇതാണ് അവസ്ഥ എന്നറിഞ്ഞപ്പോ വൈകി. ഒന്ന് വന്ന് കാണണം, പഴയ ലോക്കപ്പ് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ ഒരന്തി ഇവിടെ തങ്ങണം. അത്രയെങ്കിലും ഒരു കടപ്പാട് കാണിക്കേണ്ട എങ്ങനെയാ? പുലർച്ചെ മടങ്ങും. വരുമ്പോ വെറും കൈയോടെ പാടില്ലല്ലോ. കാഴ്ചയായി ഒരു മിലിറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളം ചേർക്കാണ്ട് ഒരു ഗ്ലാസ് അകത്തേക്ക് കമഴ്ത്തിയിട്ടായിരുന്നല്ലോ ലോക്കപ്പിനകത്ത് കൈത്തെരിപ്പ് തീർക്കലിന്റെ ഓരോ റൗണ്ടും. ആ ഓർമ്മയ്ക്ക് ഒരു ലേശം ആകാം. എന്താ? കണ്ണു മിഴിക്കുമ്പോഴൊക്കെ ഓർമ്മ പുതുക്കാൻ ഒരു കണിയായി കുപ്പി കിടക്കവട്ടത്ത് വെച്ചിട്ടുണ്ട്. ചോറുണ്ടായിരുന്നത് നായ തിന്നു, ശേഷിച്ച ജീവിതം നായ നക്കുകയും ചെയ്തു. പട്ടിണി ഇപ്പോഴേക്കും ശീലമായി കാണുമല്ലോ. ഞാൻ പക്ഷേ കൊണ്ടിട്ടാ വന്നത്. യാത്ര ചെയ്തതിൻ്റെ ആവും ഒരു ക്ഷീണം. വീട്ടുകാരെ കൂടെ കാണാം. അവരുടെ പങ്കപ്പാടുകൂടെ കണ്ടാലേ കാഴ്ച മുഴുവനാവും. ബൂട്ട്സിന്റെ അടിയിലിട്ട് ചവിട്ടി അരച്ച ഒരുപാട് പേരിലെ ഓർമ്മയിൽ ചതിഞ്ഞെടുത്ത് നോക്ക്, ഓരോന്നായി ഓർമ്മ വരും. എന്താ ചുവൻകുട്ടി, ഒരു ചൂളം വിളിയും മുഖത്തൊരു തെളിച്ചോ? സന്തോഷം വരുമ്പോ അങ്ങനെയാണ് സാറേ, മുഖത്ത് കാണും. എന്താ കോള്? കോൾ എനിക്കല്ല, എന്നെ ജനിപ്പിച്ച മഹാപുരുഷന്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കേശവുള്ള അദ്ദേഹത്തിന്. പിടിക്കാൻ ഓടിച്ച കള്ളന്റെ ചവിട്ടേറ്റ് നട്ടല്ലിന്റെ ചേർപ്പ് ഇളകി മീണ്ടാട്ടം കൂടി ഇല്ലാണ്ട് കിടന്ന കിടപ്പിനാണത്ര ഏമാന്റെ മുള്ളലും തൂറലും. ദൈവനീതി നടപ്പിലാക്കാൻ കള്ളന് ഒരു നിമിത്തമായി. പരോളിന് പോയി വന്ന മൊയ്ത് പറഞ്ഞു, എൻ്റെ അച്ഛനാണെന്ന് അറിയാണ്ട് മഹാഭാവിക്ക് ഇത് കിട്ടണമെന്ന് പ്രാഗിക്കൊണ്ടാണ് പരോൾ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ അവനിത് പറഞ്ഞത്. അവൻ അങ്ങേരുടെ ഒരുപാട് തല്ലുകൊണ്ടിട്ടുള്ളതാ. എന്താ സാറേ, എനിക്ക് സന്തോഷിക്കാൻ ഇതൊരു കാരണമല്ലേ? അച്ഛനെ നോക്കാൻ വീട്ടില് ഉണ്ട് ധർമ്മപത്നി, സർവം സഹ. ചവിട്ടും തൊഴിയും ദുരിതമല്ലാണ്ട് ഒന്നും അവർ കയ്യിൽ കൊടുത്തിട്ടില്ല. ക്ഷമിച്ചും സഹിച്ചും എതിർത്ത ഒരക്ഷരം മിണ്ടാണ്ട് അവർ ഒരുത്തിയ ആ പാപിയെ മഹാപാപിയാക്കിയത്. മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കഴുത്തിലെ മിന്നു പൊട്ടിച്ച് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് എന്നെയും കൊട്ടി ഇറങ്ങിപ്പോരാൻ പെറ്റതള്ളയ്ക്ക് തോന്നണമെന്ന്. എങ്കിലെന്റെ ഗതി ഇതാകുമായിരുന്നോ? പകരം എന്നെ ഇരുട്ടിലോട്ട് തള്ളി. പേരും പെരുമയും പദവിയും രാജയോഗം പുള്ളോത്തി പാടിയ നാവോറ് അക്ഷരം പ്രതി ഫലിക്കുകയല്ലായിരുന്നോ പിന്നെ അങ്ങോട്ട്? വെട്ടുകത്തി കൊണ്ടന്ന് അയാളുടെ തലയിറക്കാൻ കഴിയാതെ പോയതിൽ സങ്കടപ്പെട്ടിട്ടുണ്ട്. തള്ളയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ. ഇപ്പൊ തോന്നുന്നു നന്നായിന്ന്.
അത് വളരെ കുറഞ്ഞ ശിക്ഷയായി പോയെന്ന് അയാൾക്ക്. ചികിത്സിക്കാനും പോറ്റാനും ഉണ്ടായിരുന്നതും പിന്നെ അറുത്തും മുറിച്ചും പിടുങ്ങിയതും തികയാതെ വരുമ്പോ ഊര് മുഴുക്കം നടന്ന് തെണ്ടു അവര്. അനുഭവിക്കട്ടെ. സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ മേല സാറേ. അച്ചോൻകുട്ടി, എനിക്ക് ആ കിടപ്പൊന്ന് കാണണം സാറേ. മുഖത്ത് നോക്കി പൊള്ളുന്ന 2 വാക്ക് പറയണം. മണ്ണാത്തി വേഷം കെട്ടി ഇരന്നുണ്ടാക്കുന്നതും ഞാൻ അയക്കുന്ന ധർമ്മച്ചില്യം ചേർത്ത് നാണക്കേടിൽ മുക്കി നല്ലൊരു വാക്ക് ഇന്നോളം ഉരിയാടാത്ത ആ തൊണ്ടക്കുഴിയിൽ ഇറ്റിക്കുന്നത് കൺകുളിർക്ക കണ്ട് എനിക്കൊന്നുറക്കെ പൊട്ടിച്ചിരിക്കണം. ക്ഷമിക്കും തോറുമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അതിന് ഞാൻ മനുഷ്യനല്ല സാറേ, മൃഗമാ. അങ്ങനെ എന്നെ വളർത്തിയത്. ആരാ അമ്മേ ഉമ്മർത്ത്? അതാ ഞാനും നോക്കണേ. ബന്ധുക്കളാരും വരാറില്ല. ഇനി അച്ഛന്റെ പരിചയത്തിൽ ആരെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു അടുപ്പ് ആർക്കാണാവോ? ചോദിച്ചോക്കാം. ആരാ ആരാ മനസ്സിലായില്ല? കേട്ട ലക്ഷണമില്ല. കുറച്ചുകൂടി ഉറക്കെ ചോദിക്കാം. ചിലപ്പോ കാതിന് വല്ല. ആരാണാവോ? മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പഴയൊരു പരിചയക്കാരനാ. വർക്കല വെച്ചുള്ള. കിടപ്പിലായെന്ന് അറിഞ്ഞപ്പോ തൊട്ട് കരുതണതാ ഒന്ന് വന്ന് കാണണമെന്ന്. ഇപ്പോഴേ തരപ്പെട്ടുള്ളൂ. ആരെങ്കിലും കാണാൻ വരുന്നത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ കാര്യം ഞങ്ങൾക്ക്. എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. അമ്മയെ വീട്ടുകാരെ കൂടെ കണ്ടിട്ടേ മടങ്ങുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. വലിയ സന്തോഷായി സാറേ. ഇനിയിപ്പോ പുലർച്ചയ്ക്ക് മടക്കം ഉണ്ടാവും. അയ്യോ അതിനെന്താ. ഇതാരേ കുട്ടി? ഞാനിവിടുത്തെ മകനാ. എന്നെ എടുത്ത് വളർത്തണതാ. പെറ്റു വളർത്തിയ മകൻ ഉതകിയില്ല. ആപത്ത് കാലത്ത് ഉതകാൻ ഭഗവാൻ അയച്ചു തന്നതാ ഇവന്. ഒരു ദിവസം ഇവനെയും കൂട്ടി വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇവനിവിടെ നിന്നോട്ടെ എന്ന്. എന്താ നിന്റെ പേര്? അച്ചു. മോന്റെ പേരായിരുന്നു അച്ചു. അച്യുതൻകുട്ടി. ആ പേര് ഇവന് മതിയെന്ന് ഇദ്ദേഹം പറഞ്ഞു. മോൻ കൈവിട്ടു പോയതിന്റെ ദണ്ണം ഇവനെ കണ്ടാ മറന്നിരുന്നത്. പഴയ പരിചയക്കാരൻ വന്നത് കണ്ടുല്ലോ. പറക്കലയിൽ വെച്ചുള്ള. ഓർമ്മ കിട്ടുന്നുണ്ടോ? ചെവി അടുപ്പിച്ച് പറഞ്ഞാലും കേൾക്കാണ്ടായ ഭഗവാനെ. വെണ്ടാട്ടം മുമ്പേ നിന്നു. ഓരോന്നോരോന്നായി നീ തിരികെ എടുക്കുകയാണ്. എങ്കിൽ പിന്നെ കിടത്തി നിറയിപ്പിക്കാണ്ട് തിരിച്ചു വിളിച്ചൂടെ നിനക്ക്? ചെയ്തു കൂട്ടിയ പാപത്തിന് മുഴുവൻ വരും ജന്മങ്ങളിലേതും ചേർത്ത് അനുഭവിച്ചു കഴിഞ്ഞത് നിനക്കറിയാഞ്ഞിട്ടാണോ? നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരണം. അവന്റെ നാവിന്ന് കേൾക്കാനുള്ളതുകൂടി കേട്ടാലേ ഭഗവാന്റെ കണക്ക് പൂർത്തിയാകും. എനിക്കറിയാം. രാവിലെ തൊട്ട് ഒരേ ഇരിപ്പല്ലേ. മോൻ വന്നേടാ. മോനെ സൂക്ഷിച്ച്. ഇനി അകത്തേക്ക് പോവാം. മേല് തുടച്ച്
മരുന്ന് കഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കാം. അപ്പോഴേക്കും വിശക്കും. എന്റെ ഈശ്വര, ആ നായ ചോറ് മുഴുവൻ തട്ടിക്കളഞ്ഞൂലോ. ഇന്ന് അതിനെ ഞാൻ കൊല്ലും. ആ ചൂലെവിടെ? വേണ്ടമ്മേ, വിശന്നിട്ടാവും. ആ പിഞ്ഞാണത്തിലിട്ട് വരാന്തയിൽ വെച്ചു കൊടുത്താൽ മതി. നാളെ തൊട്ട് പിന്നെ അത് കക്കില്ല. അമ്മേ, ദേ ഒരു കുപ്പി. പഴയ ഓർമ്മ വെച്ച് കൊണ്ടുവന്നതാവും. പാവം, ഇതൊന്നും ഇറക്കാൻ വയ്യാതായിട്ട് നാളെത്രയായെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. കൊണ്ടുവന്നതല്ലേ, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഓർത്തു കൊണ്ടുവരാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നൊരു സന്തോഷം ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലുണ്ടാവുമല്ലോ. മരുന്ന് മുഴുവൻ കഴിക്കണം. രാവിലെ വല്ലതും കഴിച്ചതല്ലേ. മരുന്ന് കഴിച്ച് കുറച്ചു കഴിഞ്ഞാൽ വിശപ്പ് വരും. അപ്പൊ നല്ലോണം ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ക്ഷീണം മാറുകയും ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ വൈദ്യര് പറഞ്ഞത്. ഇത്രയും കൂടിയേ ഉള്ളൂ. വായ തുറക്ക. ആ കിടപ്പൊന്ന് കാണണം. ആ മുഖത്ത് നോക്കി പൊള്ളുന്ന 2 വാക്ക് പറയണം. എന്നിട്ട് കണ്ടില്ലേ, പറഞ്ഞില്ലേ, തീർന്ന പക. സാറേ, ഇതേ ചായ. പാലിരിപ്പില്ല. വേണ്ട, കട്ടനാണ് ഇഷ്ടം. എൻ്റെ മോൻ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാറിൻ്റെ അത്രയും ഉണ്ടായിരുന്നേനെ. എൻ്റെ കുട്ടി എവിടെയോ സുഖമായി നന്നായി കഴിയണു. മനസ്സ് നൊന്നിട്ടാ അവൻ പോയത്. രാത്രിക്ക് രാത്രി ഞാൻ തള്ളി ഇറക്കുമായിരുന്നു. അമ്മയെ ശപിച്ചു കാണുമവൻ. പേടിയായിരുന്നു സാറേ. അച്ഛൻ്റെ ക്രൂരത സഹിക്കാൻ വയ്യാണ്ടൊരിക്കൽ അവൻ വെട്ടുകത്തിയെടുത്ത് ഓങ്ങിയത് കണ്ടതുകൊണ്ട് അന്ന് തടയാൻ പറ്റി. എപ്പോഴും കാണണമെന്നുണ്ടോ? ആ പാപം ചെയ്യിക്കരുതെന്ന് വെച്ചിട്ട് ചങ്കീന്ന് പറിച്ചിരുട്ടിലോട്ട് വലിച്ചെറിയുകയായിരുന്നു. ഭഗവാൻ പൊറുക്കും ഈ അമ്മയോട്. കുറെ കഴിയുമ്പോൾ അവൻ ക്ഷമിച്ചിട്ടുണ്ടാവും. അത്താഴം ഇവിടുന്ന് കഴിക്കാവൂ. അത്രേ ഉള്ളൂ, ഉള്ളത് മതി. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ചോരനെ കൊണ്ടാണ്. പിന്നെന്താ? അച്ചു പഠിക്കണല്ലേ? 5-ലായി. രാവിലെ ഞാനും അമ്മയും ഒപ്പാണ് ഇറങ്ങുക. ഞാൻ സ്കൂളിലേക്ക് പോവും, അമ്മ പോറ്റിയുടെ ലോഡ്ജിലേക്കും. ലോഡ്ജിലെ അലക്ക് മുഴുവൻ ഞങ്ങൾക്കാ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വിടുമ്പോ ഞാൻ ഓടി വന്ന് അച്ഛന് ചോറ് കൊടുക്കും. അമ്മയും അച്ഛനും കാണിക്കണ ഈ കരുണയുടെ വില നല്ലോണം അറിയാം എനിക്ക്. അവരില്ലായിരുന്നെങ്കിലേ എച്ചിലേക്ക് വേണ്ടി തല്ലുകൂടി നടന്നേനെ ഞാൻ. എനിക്കിത് സ്വർഗമാണ് സാറേ. മോനെ അച്ചു, എന്തോ ദാ വരണോ.
സാറിന് കുളിക്കാൻ ചൂടുവെള്ളം വേണോന്ന് ചോദിക്കേ. അല്ല പുഴയിലോ മറ്റോ പോണമെങ്കിൽ നീയൊന്ന് കൂടെ പോയിക്കോ. ആ കുളിക്കണ്ടേ? ആ പുഴയിലേക്ക് പോവാം. പകല് മുഴുവൻ മുഷിഞ്ഞിരുന്നതല്ലേ, ഒരു മാറ്റം നല്ലതാ. റെഡി? വാ. അച്ചു ഇസ്തിരി ഇടാനൊക്കെ പഠിച്ചു അല്ലേ? മുഴുവനായില്ല, ഇനിയുണ്ട്. പെട്ടിയുടെ കനം മാത്രല്ല സാറേ, അതിന്റെ പിടിയിൽ വെക്കണ കൈയിന്റെ മരുങ്ങാ പ്രധാനം. അതാവണേ ഉള്ളൂ. എന്നാലും ചെറിയ ചെറിയ ഐറ്റംസിനൊക്കെ ഞാൻ മതി. ലുങ്കി, പൈജാമ, ബനിയൻ, പാവാട, അണ്ടർവെയർ, മുണ്ട് വരെ ഒരു കൈ നോക്കാം. ഷർട്ടും പാൻറ്റും ജുബയും സാരിയും ബ്ലൗസും ചുരിദാറും അതിനൊക്കെ അമ്മ തന്നെ വേണം. ഒരു കഷ്ണത്തിന് എന്ത് വെച്ച് കിട്ടും? സിറ്റിയിലൊക്കെ 10 രൂപ റേറ്റ്, ടൗണിൽ 5. പക്ഷെ നമ്മുടേതൊരു കൊച്ചു ഗ്രാമല്ലേ സാറേ, 2 2.5 തരും. കൃത്യമായിട്ട് കിട്ടുമോ? കളക്ഷന്റെ ചാർജ് എനിക്കല്ലേ. കാശ് ആദ്യം, ഇസ്തിരി ഇട്ട തുണി പുറകെ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ സാറേ. ആഹാ. ആ തുളസേച്ചിയെ, ഉഷിയെ ആനിവേഴ്സറിക്ക് ഡാൻസിന് ചേർത്തിട്ടുണ്ടെന്ന് പൊന്നമ്മ മിസ് പറഞ്ഞൂലോ. ഡാൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, പഠിത്തത്തിൽ അവള് മോശാവുണ്ടോന്ന് നീ ഇടയ്ക്ക് തിരക്കണ്ട അച്ചു മിസ്സിനോട്. ആരച്ചു അത്? അച്ഛനെ കാണാവുന്ന സാറാ, പഴയ പരിചയക്കാരനാ. ഒരു പാവാ സാറേ ഈ തുളസി ചേച്ചി. അതിന്റെ ഭർത്താവ് എത്രയാണോ അതിനെ ദ്രോഹിച്ചേക്കണേ. അമ്മ പറയണ കേട്ടാ സങ്കടം തോന്നും. സഹി കേട്ട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കാപ്പോ. മൂത്ത മോള് ഉഷ എന്റെ സ്കൂളിലാ, താഴെയുള്ളത് രമ. സ്വന്തം വീട്ടിലാന്ന് പറഞ്ഞാലും തുളസിച്ചിക്ക് ആ ഒരു ആശ്രയം അമ്മയാ. അമ്മയ്ക്കാണെങ്കിൽ വലിയ കാര്യാ തുളസിച്ചിയെ. ഇവിടുന്ന് 2 വീട് അപ്പുറത്താ തുളസിച്ചിയുടെ വീട്. മുമ്പ് ഇതിലെ പോകായിരുന്നു. ഈ പറമ്പ് ഗൾഫുകാരാരാണ്ട് വാങ്ങി, ചുറ്റും വേലി കിട്ടി. ഇപ്പൊ വളഞ്ഞു പോണം അങ്ങോട്ട്. ഇതെന്ത് നട്ടത്? നോക്കി പഠിപ്പിക്ക? പിന്നെ നോക്കിക്കാണാ. എന്ത്? നിന്റെ കണ്ണുകൾ, അതിലൂടെ നിന്നെ, പിന്നെ എല്ലാം. അതെന്തിനാന്നാ ചോദിച്ചേ? അതോ, നിന്നെ കാണാനാ ദൈവം എനിക്ക് ഈ കണ്ണു തന്നത്. അതുകൊണ്ട് ആ കടവത്തിപ്പ എങ്ങനെ അച്ചു? അരക്ക് വെള്ളം ഉണ്ടാവോ? സാർ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളവിടെ ഉണ്ട് പുഴ. അതുപോലാണെന്ന് അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. സാറ് കുളിച്ചോളൂ. വേണ്ടച്ചു, വെള്ളം മാറിയിട്ട് ഇനി നാളെ യാത്രയുള്ളതല്ലേ, കുളിക്കണ്ടെന്ന് വെച്ചു. അപ്പൊ ഇവിടെ വരെ വന്നത്? ആ, ഒരു നടത്തായി. അച്ചു കുളിച്ചോളൂ. കഴിയണവരേക്ക് ഞാൻ ഈ പുഴയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഇവിടെ ഇരുന്നോളാം. ബ്രഹ്മാണ്ഡ പക്ഷികൾ വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ, പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. എന്നെ അറിഞ്ഞു ഞാൻ നിന്നിലെത്തും വരെ നിൻ തണലിൽ നീ വളർത്തൂ അമ്മേ, നിൻ തണലിൽ നീ വളർത്തൂ.
വന്നു ചേക്കേറും പുകഴാർന്ന ജ്ഞാനദ്രുമം നീ അമ്മേ പുകഴാർന്ന ജ്ഞാനദ്രുമം നീ. അച്ചു നിന്റെ ശരിക്കുള്ള പേരെന്താ? വിളക്ക് കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിൽ മടിയിലെടുത്തി കാതിൽ പേര് വിളിച്ച ഓർമ്മയൊന്നും എനിക്കില്ല സാറേ. ഓർമ്മ തെളിയുമ്പോ അനാഥാലയത്തിലാ. അവിടത്തെ പേര് 137. ചാടി പുറത്തു വന്നപ്പോ എടാ കുരുത്തങ്ങട്ടവനേന്ന്. കടത്തിണ്ണയിൽ വെച്ചൊരു ഭ്രാന്തി വിളിച്ചു അപ്പൂന്ന്. ചായക്കടയിൽ പാത്രം മോറാൻ നിന്നപ്പോ പേര് പറഞ്ഞതും അപ്പൂന്ന്. പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോ പേര് പിന്നെയും മാറി, കള്ളനായി. പിന്നെ അച്ചൂന്ന്. എനിക്കിഷ്ടം അച്ചൂന്നാ. നല്ല പേരല്ലേ സാറേ? നല്ല ഒന്നാം തരം പേര്. നിന്നെ എന്തിനാ പോലീസിൽ വിളിച്ചേൽപ്പിച്ചേ? കട്ടിട്ടാ സാറേ. നീ ഒരു നല്ല കുട്ടിയല്ലേ, പിന്നെന്തിനാ കെട്ടത്? വിശന്നിട്ട്. വിശന്നിട്ടോ? പാത്രം പോർണേന്റെ ഇടയില് അറിയാണ്ടൊരു ചില്ലി ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അതിന്റെ പിഴ 2 ദിവസം കുടിവെള്ളം പോലും തന്നില്ല. സാറ് പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇരുപത്തിനാല് മണിക്കൂറും എച്ചിൽ പാത്രങ്ങൾ കഴുകി ഉമിനീരല്ലാതെ വേറൊന്നും ഇറക്കാനില്ലാണ്ട് 2 ദിവസം. കട്ടുപോവും സാറേ, ആരും കട്ടുപോവും. കട്ടത് കാശല്ല, പലഹാര. അലമാരയിൽ കൈയിട്ടപ്പോഴേക്കും പിടിച്ചു. കുറേ തല്ലി. അങ്ങനെ കള്ളനായി, പോലീസ് സ്റ്റേഷനിലായി. 2 പൊട്ടിച്ചു മാത്രം വായ തുറക്കണ ഏമാന്റെ മുമ്പിലാ ചെന്ന് പെട്ടത്. തല്ലാൻ ഓങ്ങുകയും ചെയ്തു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. നാട് വിട്ടുപോയ മോനെ ഓർത്തിട്ടോ എന്തോ. പിന്നെ എന്നെ തല്ലിയില്ല. പിന്നെ ഞാൻ ഇവിടെയായി. ഈ അണ്ണാനെ വളർത്തുന്നതാരാ? നീയാ? ഇവന്റെ പേര് അച്ചൂന്നാ. സാറിന്റെ വീട്ടിലുണ്ടോ? ആര്? അച്ചുവോ? അണ്ണാൻ. ഒരുപാടുണ്ട്. എവിടേക്കൊന്നല്ലാണ്ട് എങ്ങും എത്താണ്ട് നിർത്താണ്ടോടുന്ന ഒരുപാടെണ്ണം. ഹായ്, നല്ല ചേരായിരിക്കും കാണാൻ. അച്ചു എന്തോ? ഇങ്ങോട്ട് വന്നേ. ആ ദേ തോരാനിട്ടത് എടുത്തോണ്ട് വരുന്ന കൂട്ടത്തിലേ ദേവസ്യാച്ചന്റെ കടയിൽ നിന്ന് 3 കോഴിമുട്ടയും 2 പച്ചമാങ്ങയും ഉണക്കമീനും 1/4 കിലോ ഉരുളക്കിഴങ്ങും വാങ്ങിച്ചോണ്ട് വരണം. വേഗം വരണം. ആ എന്താ തുളസി ത്രിസന്ധിക്ക്? വസുമതിയും കൂട്ടി അമ്മ ദീപാരാധന തൊഴാൻ പോയി. രമേശൻ വരാറാവണതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? അയാൾ വന്നിരുന്നു വൈകിട്ട്. ആര്? ശേഖരനോ? എന്താ ഇക്കുറി അവതാരം? മര്യാദരാമനായിട്ട്. കുറച്ച് പുകയിലെയും വാസനപ്പാക്കും ഈന്തപ്പഴം കാഴ്ചവെച്ചപ്പോ അമ്മ കഴിഞ്ഞതൊക്കെ മറന്ന് കയറ്റിയിരുത്താനും. ദാക്ഷായണി പണ്ടും പച്ചപ്പ് കണ്ട് അവിടെ ഒട്ടും. അവരെ വിട്ടേക്ക്. എന്താ അവൻ പറയണേ? കഴിഞ്ഞതിലൊക്കെ മനസ്താപണ്ടത്രേ. എന്നെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന്. രമേശൻ വരുമ്പോ പറയാന്ന് ഏറ്റിരിക്കുക അമ്മ. മനസ്താപം, പച്ചക്കള്ളം. ആർക്കെങ്കിലും എന്നെ വിറ്റിട്ട് അതിന്റെ മുൻപേർ അച്ചാരവും വാങ്ങിയിട്ടല്ല മനസ്താപത്തിന്റെ കള്ളക്കഥയും കൊണ്ട് വരവെന്ന് ആര് കണ്ടു? ഞാൻ എന്താ തുളസി നിന്നെ ഉപദേശിക്കുക? ഭർത്താവ് വന്ന് വിളിക്കുമ്പോൾ കൂടെ ഇറങ്ങി ചെല്ലണമെന്ന് പറയുകയാണ് സാധാരണഗതി വേണ്ടത്. പക്ഷേ ശേഖരന്റെ കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് അത് വയ്യ. ഒക്കെ വിറ്റു തൊലച്ചു. കൂട്ടുകാരെ കൂട്ടി വന്ന് വീട് ഷാപ്പാക്കി അവരുടെ നടുക്ക് ബോധം കെട്ടുറങ്ങുമ്പോ അവരിലൊരുത്തൻ എന്റെ കൈ കയറി പിടിച്ചപ്പോ കൈ അകലത്തിൽ അരിവാളുണ്ടായിരുന്നോണ്ടാ അന്നൊരിക്കൽ രക്ഷപ്പെട്ടത്. ഇനി എനിക്ക് വയ്യ അമ്മേ. പണ്ടേ ചാവാൻ ഒരുങ്ങിയതാ.
പെറ്റിട്ട് പോയില്ലേ രണ്ടെണ്ണത്തിന്, അതൊന്നു മാത്രം ഓർത്തിട്ട. സ്വന്തം വീട്ടിൽ അടുക്കളക്കാരിയേക്കാൾ കഷ്ടായിട്ട് എല്ലാം സഹിച്ചു കഴിയണ അതിന് സമ്മതിക്കില്ല എന്ന് വന്ന രമേശനോട് ഞാൻ പറയാം, ശേഖരന്റെ വാക്ക് നമ്പണ്ടാന്ന്. വസുമതി പറയണതിനപ്പുറം നിൽക്കും അവൻ. എരിവ് കെട്ടാൻ പെറ്റ തള്ളിയും. അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ വയ്യാന്നല്ലേ കൂടി വന്ന ഉടപ്പറന്നോ പറയൂ. ഞാൻ ഉറപ്പിച്ചിട്ട് തന്നെയാ. ആ നിമിഷം കുട്ടികളുടെ കൈ പിടിച്ചടന്നു. പുറമ്പോക്കിലൊരു കൂര കെട്ടി തെണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ പോറ്റാൻ. എനിക്കവൻ്റെ ഔദാര്യം വേണ്ടല്ലോ. അങ്ങനെ ഒരവസ്ഥ വന്നാ പുറമ്പോക്ക് തേടി പോകണ്ട തുളസി. നീ ഇങ്ങോട്ട് വരാലോ. ഒരു മുറി കൂടി ചാർത്താൻ ഇവിടെ സ്ഥലമുണ്ട്. ഉള്ള പട്ടിണിയിൽ ഒരു പങ്ക് നിനക്കും കുട്ടികൾക്കും എപ്പോഴും ഉണ്ടാവും ഇവിടെ. അമ്മേ, പലതും സ്വപ്നം കണ്ടതാ ഈ അമ്മ. സ്വപ്നങ്ങളൊന്നും ഭരിച്ചില്ല ഈ പാവിക്ക്. പരാതിപ്പെടാണ്ടേ തരണത് മാത്രം കൈനീട്ടി പാവി. ഈ ഒരു ജന്മം ഇങ്ങനെ മതിയെന്നാവും ഭഗവാന്. നീ വിഷമിക്കാതെ. നിനക്ക് ഈ അമ്മയുണ്ട്, ഈ വീടുണ്ട്. വരുമ്പോ കണ്ടില്ലെങ്കിൽ തൊള്ള തുറക്കും അമ്മ. ഞാൻ പോട്ടെ. വാ. തുളസി, അച്ഛേട്ടൻ. നീയെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ തുളസി. ഓർക്കാനും തിരിച്ചറിയാനും വേറെ ആരാണ് എനിക്ക്? എന്താ സാറേ? കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. എനിക്ക് എൻ്റെ മോളെ പോലെയാണ് സാറേ ആ തുളസി. എന്ത് ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പൊ കണ്ടൂടെ കോലം. ആ പരമനായർ മരിച്ചതോടെ തുടങ്ങി അതിൻ്റെ കഷ്ടകാലം. കുടുംബമഹിമ മാത്രം നോക്കി ആളെക്കുറിച്ച് വേണ്ടവണ്ണം അന്വേഷിക്കാണ്ട് എടുത്തു ചാടിയിട്ടൊരു കല്യാണം. പാവം, ഒരുപാട് സഹിച്ചു. നിക്കക്കള്ളി ഇല്ലാണ്ടായപ്പോ കെട്ടുതാലി പറിച്ച് ആ ദുഷ്ടന്റെ മുഖത്ത് എറിഞ്ഞിട്ടിറങ്ങി. നേരെ വന്നത് ഇങ്ങോട്ടാ. ഞാനാ അവളെ അവളുടെ ആങ്ങളെ രമേശനോട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടത്. അവിടെ അതിന് ദുരിതം തന്നെ. ഇപ്പൊ പിന്നെ അടുത്ത് കൂടിയിരിക്കുക ആ ദ്രോഹി. ഓരോ വിധി. ആരാടാ പുതിയ വിരുന്നുകാര്? ഒരു സാറാ. സാറോ? ആ, പഴയ പരിചയക്കാരനാണെന്നാ പറഞ്ഞേ. വർക്കലയിൽ വെച്ചിട്ടാത്രേ. പഴയ പോലീസ് കമ്പനി ഉള്ളതായിരിക്കും. എന്നെ വനത്തെ തേടി അല്ലാണ്ട് ആര് വരാനാ? തുണി മുഴുവനും ഉണ്ടല്ലോ അല്ലേ? കേട്ടോ കൈമളെ, മാലതിയമ്മ വന്ന് രാവിലെ തോരയിടാൻ വിരിച്ചിട്ട് പോകും. വൈകിട്ട് ഇവൻ വന്ന് തിരികെ കൊണ്ടുപോകുന്ന വരെ ഒരു കാര്യമില്ല. എന്നാലും എനിക്കാകെ വേവലാതിയാ. പലരുടെയും വക പലതരം തുണിയല്ലേ, വിലപിടിപ്പുള്ളതുണ്ടാവാലോ. വല്ലവർക്കും ദുർബുദ്ധി തോന്നി വല്ലതും നഷ്ടപ്പെട്ടാലോന്ന് കരുതിയിട്ടാ. ആദ്യമൊക്കെ എനിക്കും പേടിയായിരുന്നു. ആരുമില്ലാത്തവർക്ക് ദൈവം കാവലുണ്ടെന്ന് അമ്മ പറഞ്ഞു. ദൈവം ഒരു കൈ കൊണ്ട് തല്ലുമ്പോ മറു കൈ കൊണ്ട് തലോടും. കൊണ്ട് കൊടുത്തില്ലേ ഇവനൊരുത്തനെ? പെറ്റ മോൻ പോയി. ഇവൻ കൂടി ഇല്ലായിരുന്നെങ്കിലേ
ഈ പങ്കപ്പാടിനിടയിൽ അവർ ചക്രശ്വാസം വലിക്കൂലായിരുന്നോ? അനുഭവിച്ചു കൂട്ടിയ ദുരിതത്തിന്റെ മുഴുവനും ഉണ്ട് ആയമ്മയുടെ മുഖത്ത്. എന്ത് ഐശ്വര്യമുള്ള സ്ത്രീയായിരുന്നു. കൊണ്ട കൊടുത്തത് ഇങ്ങനെ ഒരു ചെകുത്താന്റെ കൂടെ. ഹോ, വല്ലാത്തൊരു യോഗമായിപ്പോയി അതിൻ്റെ. ദീപം 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 ഭഗവാനെ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ. ഒരു നാമജപം. ഇത് കൊണ്ടുപോയി കൊടംപുളി ഇട്ട് വെക്ക്. അതിനു മുമ്പ് 2-3 കഷ്ണം നുറുക്കി വറുത്തോ. സ്മാളിന്റെ കൂടെ കഴിക്കാനാ. ഒരു ചടങ്ങിന് ഇതൊക്കെ മതി. എണ്ണയ്ക്കിപ്പൊ തീപിടിച്ച വിലയാ. മനസ്സിലായില്ലേ? നോക്കി നിൽക്കുന്നു. അച്ചു പോയിട്ട് കണ്ടില്ലല്ലോ. സന്ധ്യ കഴിഞ്ഞ ഇഴജന്തുക്കളുടെ നെട്ടോട്ടോ ഈ വഴിയിൽ. കണ്ടാ കൈ കിട്ടുന്നതുകൊണ്ടടിച്ച് അപ്പ കൊല്ലുമായിരുന്നു എൻ്റെ മോൻ. ഒരിക്കലും ഒന്നും കിട്ടിയില്ല. പിന്നെ സ്ലേറ്റ് കൊണ്ടായി അടി. പാമ്പ് ചത്തു. ഒപ്പ സ്ലേറ്റ് 4 കഷ്ണം. അതിന് അച്ഛൻ്റെ വക അടി വേറെ. ഇവനൊരു പാവാ. പേടിച്ചരണ്ട് നിൽക്കാനേ ഇവനറിയൂ. എവിടെയാണെങ്കിലും സ്നേഹമുള്ളവനാ, കരുതലുള്ളവനാ എൻ്റെ മോൻ. സാറിനറിയോ, അച്ഛൻ വീണുന്ന് എങ്ങനെ അറിഞ്ഞിട്ടോ എന്തോ മാസാമാസം പണം അയക്കും. അതേ കുറച്ച് തെണ്ടിയാൽ മതിയല്ലോ ഞാൻ. ആ പരിചയക്കാരനെ കണ്ട് പഴയ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ വന്നിട്ട് സാറിനിപ്പം മിണ്ടാനും പറയാനും ആരും ഇല്ലാണ്ട് അച്ചു ഇപ്പോഴെങ്ങെത്തും. വയസ്സ് ഇത്രയേ ഉള്ളൂവെങ്കിലും നാവ് വലിയവരുടെയാ. നിർത്താണ്ടിട്ട് ചിലച്ചോളും. നേര് പറഞ്ഞ അവൻ്റെ ഈ കലബലയുള്ളതുകൊണ്ടാ സാറേ ഇതിപ്പോഴൊരു വീടായേ. ഒരു കളവകേസിൽപ്പെട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നതാ. 2 ദിവസമായിട്ട് പട്ടിണിയായിരുന്നു അത്രേ. അടിക്കാൻ ഓങ്ങിയപ്പോഴേക്കും തല ഇറങ്ങി വീണു. ആദ്യമായിട്ടാവും ഓങ്ങിയ കൈ അടിക്കാണ്ട് തിരിച്ചെടുക്കണേ. ദുഷ്ടമനസ്സാണെങ്കിലും ഒരലിവ് തോന്നിപ്പിച്ചു ഭഗവാൻ. അതെനിക്ക് തുണയായി. ഇപ്പോൾ അദ്ദേഹത്തിനും. വാ. അച്ഛന് ഇഴജന്തുക്കളെ പേടിയാണെന്ന് അമ്മ പറഞ്ഞു. കടിക്കുമെന്ന് ഓർത്തിട്ടാ. നമ്മൾ ഉപദ്രവിച്ചാലേ അവറ്റകൾ നമ്മളെ ഉപദ്രവിക്കൂ. എന്നാലും എനിക്ക് പേടിയാ. സാറേ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ. തുറന്നു വിട്ടാ നാറക്കണ്ണൻ തിരിച്ചു വന്നു. പരിചയക്കാരന്റെ കാതിന് അവധി കൊടുത്തിട്ടില്ല നമ്മുടെ അച്ചു. വിശപ്പായോ? ഇതാ വിളമ്പായി. ഊണിന് മുമ്പിൽ അന്തിച്ചിരിക്കാണ്ടേ ഭാര്യയുണ്ട് സാറേ. തിരക്കായിട്ടാവും എൻ്റെ മോനൊരു കത്തുകൂടി അയക്കാത്തത്. പറ്റാഞ്ഞിട്ടാവും ഒന്ന് വരാൻ കൂടി കഴിയാത്തത്. വാശിയുണ്ടാവും. അവനറിയില്ലല്ലോ ചെയ്തതിനും ചെയ്യാത്തതിനും കൂടി പലിശയും കൂട്ടി അനുഭവിച്ച് തീർത്തിട്ടാ ഇവിടെ ഒരാൾ കിടക്കണേന്ന്. ഞാൻ ക്ഷമിച്ചില്ലേ എൻ്റെ മോൻ വരും.
വരാണ്ടിരിക്കില്ല. വന്നാൽ ഈ കിടപ്പ് കണ്ട താനെ ക്ഷമിച്ചോളൂ എൻ്റെ കുട്ടി. സാറ് തന്നെ ഇപ്പോഴെന്തേ വരെ പരിചയക്കാരനെന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ ആളെ. ദ്രോഹിച്ചിട്ടേ ഉണ്ടാവൂ. എന്നിട്ടും വരാൻ തോന്നിയില്ലേ? മറക്കാം, ക്ഷമിക്കാം എന്ന് മനസ്സിലൊരലിവ് തോന്നിയില്ലേ? എന്താ സാറേ? ഒന്നുമില്ല അമ്മയുടെ ഓർമ്മ വന്നുല്ലേ? ചോറ് കൂട്ടുമ്പോ എല്ലാ അമ്മമാർക്കും ഒരേ മുഖമാണ് സാറേ. കുറച്ചുകൂടെ മതി. എന്റെ കുട്ടിയെ ഇതുപോലൊന്നിരുത്തി ഇങ്ങനെ ഒന്ന് ഊട്ടാൻ എന്നാണാവോ? കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങാൻ കഴിയാണ്ട്, മിണ്ടാനും കേൾക്കാനും വയ്യാണ്ട് പരിതപിച്ചൊഴുക്കുന്ന ഈ കണ്ണീര് ഭഗവാൻ കാണാണ്ടിരിക്കൂ. ഭഗവാൻ അവൻ്റെ മനസ്സിൽ അലിവ് തോന്നിപ്പിക്കും. അവൻ വരും, അവൻ വരും. അമ്മേ, അമ്മയുടെ മോൻ. അമ്മ പ്രാർത്ഥിക്കണ പോലെ തിരിച്ചു വരുമ്പോ പിന്നെ ഞാൻ ആരാ? എന്നെ പറഞ്ഞു വിടല്ലേ അമ്മ. എനിക്കാരുമില്ല. എന്നെ പഠിപ്പിച്ചില്ലേലും അദ്ദേഹത്തിൻ്റെ തീട്ടവും മൂത്രം കോരി ഒരു വേലക്കാരനായിട്ടെങ്കിലും ഞാനിവിടെ നിന്നോട്ടെ. എന്തു പറഞ്ഞ നിന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ എൻ്റെ കുട്ടിയെ? 20 വർഷം മുമ്പ് പോയതല്ലേ അവൻ. വന്നാ കൂടി എത്ര നേരം നിൽക്കുമെന്ന് ആര് കണ്ടു? പെറ്റ വയറല്ലേ. അവൻ വരണമെന്ന് പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ പറ്റൂ? അവനില്ലാത്ത എൻ്റെ ദുഃഖം അമ്മ മറന്നത് മകനായിട്ട് നീ വന്നപ്പോഴല്ലേ. വയ്യാണ്ടായപ്പോ മകന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനെ, അദ്ദേഹത്തെ അല്ല അച്ഛനെ നോക്കണതാരാ? നീയല്ലേ. ഞങ്ങൾക്കാകെ ഒരാശ്രയം നീയല്ലാണ്ട് ആരാണ്? അവൻ വന്നാ നീ അവനെ അനുജൻ, അവൻ നിനക്കേട്ടൻ. എനിക്ക് 2 മക്കൾ. ഇനി കടത്തിനയിലോട്ട് തുടങ്ങാൻ എനിക്ക് പേടിയമ്മേ. ഭഗവാൻ ചോദിച്ചാൽ പോലും കൊടുക്കില്ല നിന്നെ ഞാൻ. അച്യുതൻകുട്ടി, 10 മാസം ചുമന്ന് നൊന്തുപറ്റ അമ്മയുടെ അടുത്ത് തന്നെ വേണം മായം കളിക്കാൻ. തിരിച്ചറിയില്ലെന്ന് കരുതിയോ നീയെ? അമ്മേ, നിന്നെ ഒന്ന് കാണാൻ, നിന്റെ നാവീന്ന് ഈ വിളി ഒന്നുകൂടൊന്ന് കേൾക്കാൻ. എന്റെ മോനെ, നീ വന്നൂല്ലോ. സത്യം ചെയ്യേ, അമ്മയെ വിട്ട് ഈ വീട് വിട്ട് എവിടേക്കും പോയില്ലെന്ന് സത്യം ചെയ്ത് പറയേ. അച്ചുവേട്ടാ, വരുന്ന എപ്പോഴെങ്കിലും ഒരു വരി എഴുതിയിരുന്നെങ്കിൽ ആരെതിർത്താലും വഴങ്ങാണ്ട് ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. അതിനൊരവസരം തരാണ്ട് എന്നെ ഈ വിധിക്കെറിഞ്ഞു കൊടുത്തില്ലേ? തുളസി, എനിക്ക് അന്യനൊരുത്തൻ്റെ പെണ്ണ്, 2 കുട്ടികളുടെ അമ്മ. ഈ തുളസി അച്ചുവേട്ടനിനി ആരാണ്? എനിക്കറിയാം, എന്നോട് വേണ്ടായികെ തോന്നും. ഇല്ല തുളസി, അത് ജന്മമില്ല. എങ്കിൽ എന്നെ ഈ നരകത്ത് നിന്ന് രക്ഷിക്കുക ചേട്ടാ. അവൻ ഉത്തരം പറയില്ല, പറയാൻ പറ്റില്ല.
നാവ് വഴങ്ങില്ല. അച്ഛാ, ഓ, ആ ഒരു വാക്ക് നീ മറന്നിട്ടില്ല. ഭാഗ്യം. ഞാൻ ദുഷ്ടൻ, നീചൻ, തെറ്റേ ചെയ്തിട്ടുള്ളൂ. നീ എന്നെ വെറുത്തത് ന്യായം. പക്ഷേ എന്നിട്ട് നീ സ്വയം തിരഞ്ഞെടുത്ത വഴിയോ? ചെന്നെത്തിയ ഇടമോ? അമ്മ ചോദിച്ചത് കേട്ടോ? പറ്റുമോ നിനക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുക്കാൻ? കണ്ണീരോടെ ഇവളെരുന്നത് കേട്ടില്ലേ? കഴിയൂ നിനക്ക് ഇവളെ രക്ഷിക്കാൻ? പറ്റില്ല, കഴിയില്ല. ഇവന് തിരിച്ചുപോയേ പറ്റൂ. പോകുമ്പോൾ ഇവളെ കൂടി കൂട്ടാൻ തടവ് പുള്ളികൾക്ക് ജയിലിൽ ഫാമിലി ക്വാർട്ടേഴ്സ് ഇല്ല. നാലു കൊല്ലത്തെ തടവു ശിക്ഷ കഴിഞ്ഞ് പരോളിലിറങ്ങിയതാണെന്നും പരോൾ അവസാനിക്കുമ്പോൾ തിരികെ ചെന്ന് ബാക്കി 4 വർഷങ്ങൾ കൂടി ഇരുമ്പഴി എണ്ണേണ്ടവനാണ് നീയെന്നും ഈ പാവങ്ങൾക്കറിയില്ലായിരുന്നു. ചത്ത ശവം പോലെ ഒന്നിനും ആവാണ്ട് കിടക്കുന്ന എനിക്കറിയില്ലായിരുന്നു. അതറിയിക്കാതിരിക്കാനുള്ള ദയവെങ്കിലും നിനക്ക് ഞങ്ങളോട് കാണിക്കാമായിരുന്നു. കരഞ്ഞ് കണ്ണീര് പറ്റിയപ്പോഴും വരുതിക്കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടുമ്പോഴും നീ എവിടെയെങ്കിലും നന്നായി സുഖമായി കഴിയുന്നുണ്ടാവുമെന്നൊരു പ്രതീക്ഷ, ഒരു വിശ്വാസം, ഒരു കച്ചിത്തുരുമ്പായി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതോ ഇതറിയുമ്പോഴുള്ള ഞങ്ങളുടെ തളർച്ചയും നിരാശയും കൂടി നീ കരുതി വന്ന പകയിൽ ഉൾപ്പെട്ടിരുന്നോ? പറയാൻ കേൾവി നഷ്ടപ്പെട്ട മിണ്ടാപ്രാണിയുടെ മുന്നിലായിരുന്നു വീരവാദം. വിധിയും ശിക്ഷയും കഴിഞ്ഞ് അതിനപ്പുറത്തെ ഊഴവും കാത്തിരിക്കുന്നവരെ ന്യായം വിസ്തരിക്കാൻ വന്ന വിഡ്ഢി ക്ഷമിക്കാനും ക്ഷമിക്കപ്പെടാനും നൊയമ്പ് നൂറ്റിരിക്കുന്നവരുടെ പുണ്യഭൂമിയിൽ നീ ഒരധികപ്പറ്റാണ്. ഇല്ലാ പകയുടെ വെറി പൂണ്ട് കലിയിളകിയ നിന്റെ മനസ്സൊരശുദ്ധിയാണ്. മഞ്ഞുകൊള്ളണ്ട, പോയി അമ്മയുടെ അടുത്ത് കിടന്നോ. വേണ്ട, ഞാൻ ഇവിടെയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളിച്ചാൽ മതി. ചായ എടുക്ക. കാലത്ത് പതിവില്ല. ഞാൻ പുലർച്ചയ്ക്ക് പോകും. വിളിക്കാൻ നിൽക്കില്ല. വല്ലപ്പോഴും വരിക. ഇനി ഞങ്ങൾക്കതൊരാശ്വാസമാണ്. വരാം. എവിടെയോ സുഖമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. വരും എന്നെങ്കിലും. ആ പ്രതീക്ഷയുടെ ആശ്വാസമെങ്കിലും ഇവർക്ക് ബാക്കിയായിരിക്കട്ടെ.
പരോളിൽ ഇറങ്ങി തിരികെ ജയിലിലേക്ക് പോകുന്ന ഒരു മകനെ ആരും തിരിച്ചറിയണ്ട. കാമാക്ഷി ദേവ്യം ബതവാർദ്രദൃഷ്ട്യാ മൂകസ്വയം മൂകകവിര്യഥാസീത് തഥാ കുരുത്വം പരമേശജായേ ത്വത്പാദമൂലേ പ്രണതം ദയാർദ്രേ ഉത്തിഷ്ഠോത്തിഷ്ഠ വരദേ ഉത്തിഷ്ഠ ജഗദീശ്വരേ उत्तिष्ठ जगदाधारे त्रैलोक्यं मङ्गलं कुरु शृणोषि कश्चिद्ध्वनिरुद्धोऽयं मृदङ्गभेरी पटहानकानां वेदध्वनिं शिक्षितभूसुराणां शृणोषि भद्रे कुरु सुप्रभातम् शृणोषि भद्रे ननु शङ्खघोषम् वैताళिकानां मधुरं च गानम् शृणोषि मातपिककुक्कुटानां ध्वनिं प्रभाते कुरु सुप्रभातम् मातर्निरीक्ष्य वदनं भगवान् शशाङ्को लज्जान्वितः स्वयमहो निलयं प्रविष्टः द्रष्टुं त्वदीयवदनं भगवान् दिनेशो ध्यायाति देवि सदनं कुरु सुप्रभातम् पश्याम्ब केचिद्धृतपूर्णकुम्भाः केचिद्दयार्द्रे धृतपुष्पमालाः काचिच्छुभाङ्ग्याननुवाद्यहस्ताः तिष्ठन्ति तेषां कुरु सुप्रभातम्. എന്നെയല്ല, നിന്നെയാണ് ഇവിടെ ആവശ്യം. നിനക്ക് അവകാശപ്പെട്ടതാണ് ഇവിടുത്തെ സ്നേഹം. स्तोतुं महेशदयिते स्तुतिपाठकास्त्वा तिष्ठन्ति देवि समयं तव काङ्क्षमाणा ह्युत्तिष्ठ दिव्यशयनात् कुरु सुप्रभातम् मातर्निरीक्ष्य वदनं भगवान् स्वदीयं नैवोत्थितस्य शिधिया शयितस्तवान्. സാറേ, സാറ് മറന്നു. മറന്നതല്ല, അത് നിനക്ക് വേണ്ടി വെച്ചതാ. വെച്ചോ. എനിക്കോ? വെച്ചോ, ആവശ്യം വരും.
ഇത് എവിടുന്നാ? ഒരു മാമൻ തന്നതാ. എന്നിട്ട് എവിടെ? അങ്ങോട്ട് പോയി. പറഞ്ഞതുപോലെ അച്യുതൻകുട്ടി പരോൾ അവസാനിപ്പിച്ചു മടങ്ങി. യാത്രയ്ക്കുള്ളത് കഴിഞ്ഞ് ഒരു പകലും ഒരു രാവും മാത്രം. പക്ഷേ ആ പകലിന് ഒരു പുരുഷായുസ്സിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു. ആ രാവിന് ഒരു തിരിച്ചറിവിൻ്റെ വിശുദ്ധിയും. അച്യുതൻകുട്ടി മടങ്ങിയത് മനുഷ്യനോളം വലിയ മനുഷ്യനായിട്ടായിരുന്നു. മറക്കാനും പൊറുക്കാനും കരയാനും പശ്ചാത്തപിക്കുവാനും മനസ്സ് ബാക്കിയുള്ളവനായിട്ടായിരുന്നു.